സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ ഏരിയാൽ വരെ ആയിരുന്നു നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ വീഡിയോ ഏരിയാൽ മുതൽ കുമ്പള വരെയുള്ള ഈ ചില വർക്കിംഗ് നടക്കുന്ന ഭാഗത്തെ ചില അപ്ഡേഷൻ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ വീഡിയോ തുടങ്ങുന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒട്ടും സമയം കളയുന്നില്ല, വീഡിയോയിലേക്ക് പോകാം. സുഹൃത്തുക്കളെ, വളരെ ഹൈ സ്പീഡിലാണ് ULCCS ചില ഭാഗങ്ങളിൽ വർക്കുകൾ നടത്തിക്കൊണ്ട് പോകുന്നത്. കാരണം നല്ല ഹൈ സ്പീഡിൽ തന്നെയാണ്, നല്ല ഹൈ സ്പീഡിലാണ് വർക്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ചെർക്കള മുതൽ ഞാൻ ഏരിയാൽ വരെ ആയിരുന്നു അപ്ഡേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. വർക്കിംഗ് നടക്കുന്ന ചില ഭാഗങ്ങളിൽ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടാണ് വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, കല്ലങ്കായിൽ നിർമ്മിക്കുന്ന ഫൂട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല വേഗത്തിലാണ് ഈ ഭാഗത്ത് വർക്ക് നടക്കുന്നുള്ളത് കാണാൻ സാധിക്കും. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് ഏകദേശം ഫൗണ്ടേഷൻ പ്രവർത്തികളാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നോക്കിയാൽ ഏകദേശം ഒരു പോസ്റ്റെല്ലാം സ്റ്റീൽ പോസ്റ്റൊക്കെ ഇവിടെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറത്തും പോസ്റ്റിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്, കാണാൻ സാധിക്കും. ഏകദേശം നമ്മുടെ സാൽവ ഹാളിൻ്റെ എതിർവശത്താണ് ഈ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ അത്യാവശ്യമാണ് ഫൂട്ട് ഓവർ ബ്രിഡ്ജ്. കാണാനെങ്കിൽ പഞ്ചായത്ത് മുതലാൽപ്പൂർ പഞ്ചായത്ത് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഈ ഭാഗത്താണ് ഈ ഫൂട്ട് ഓവർ ബ്രിഡ്ജ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഭാഗത്തൊരു സ്കൂളും കൂടിയുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഈ ഫൂട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പുത്തൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുത്തൂർ റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് മണ്ണ് ഇട്ട് നടത്ത ഭാഗത്ത് ആ ലോറിൽ നിന്ന് അൺലോഡിങ് ചെയ്യുന്ന ബോട്ടുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഭാഗത്ത് വർക്ക് ലോഡിങ് ആരംഭിച്ചില്ല. ഇപ്പോഴും ഈ ഭാഗത്തെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സർവീസ് റോഡാണ് ആദ്യം വർക്ക് നടക്കുന്നുള്ളത്. പോത്തിനിറക്കാൻ നല്ല ഒരു സ്ഥലവും കിട്ടി. ഈ ഭാഗത്ത് ഇനിയും വർക്കുകൾ പെൻഡിങ്ങിൽ. എനിക്ക് തോന്നുന്ന ബ്രിഡ്ജിൻ്റെ വർക്ക് കഴിഞ്ഞ ശേഷമായിരിക്കും ഈ ഭാഗത്തെ വർക്കുകൾ ആരംഭിക്കുക. അതേപോലെ തന്നെ മൊഗ്രാൽ പുത്തൂർ പാലത്തിൻ്റെ പണികൾ വളരെയധികം വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പാലത്തിൻ്റെ വർക്കുകൾ നേരത്തെ കഴിഞ്ഞതാണ്. ഇപ്പോൾ പാലത്തിൻ്റെ മുകളിൽ വാട്ടർ പ്രൂഫിങ്ങുള്ള വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങൾ കഴിയുന്നതും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ സ്ക്രീനായി തന്നെ ഹൈ ക്വാളിറ്റിയിൽ കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ മൊഗ്രാൽ പുത്തൂർ ജംഗ്ഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, ഇടതുവശത്ത് ഒരു ലോറിയിൽ നിന്ന് പോത്തുകളെ അൺലോഡ് ചെയ്യുന്നതാണ്. ഇപ്പം അവിടെ മണ്ണിട്ടത് കൊണ്ട് നല്ല എളുപ്പത്തിൽ അതിന് അൺലോഡ് ചെയ്യാൻ കഴിഞ്ഞു. അപ്പം ഈ ഭാഗത്തെ വർക്കുകൾ നടക്കണമെങ്കിൽ പാലം ഓപ്പൺ ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നീട് ആയിരിക്കും ഈ ഇടതുവശത്തെ വർക്ക് ആരംഭിക്കുക. അപ്പോൾ നല്ല ഹൈ സ്പീഡിലാണ് വർക്കുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം മൊഗ്രാൽ ജംഗ്ഷൻ ഭാഗത്ത് അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് പെട്ടെന്ന് അവർക്ക് തീർക്കേണ്ടി വരും. കാരണം ഈ പാലത്തിൻ്റെ മുകളിലൂടെ പുതിയ പാലത്തിലെ ടാറിങ് പ്രവൃത്തികൾ കഴിഞ്ഞാൽ അതിലൂടെയായിരിക്കും വാഹനങ്ങൾ കടത്തിവിടുക. അപ്പം മൊഗ്രാൽ അണ്ടർപാസിൻ്റെ മുകളിലൂടെ ആയിരിക്കും ബാക്കിയുള്ള വലിയ വലിയ വാഹനങ്ങൾ കടത്തി വിടുന്നത്. കാരണം ഈ ഇടതുവശത്ത് ഇപ്പോൾ പഴയ പാലത്തിൻ്റെ റിപ്പയറിങ് വർക്കുകൾ ആരംഭിക്കാനുണ്ട്. അപ്പം ഈ പുതിയ പാലത്തിലൂടെ വാഹനങ്ങൾ കടത്തി വിട്ടാലായിരിക്കും അതുവഴി പഴയ പാലത്തിൻ്റെ വർക്കുകൾ ആരംഭിക്കുക. അപ്പം ഏകദേശം അവസാന ഘട്ടത്തിൽ ഈ വാട്ടർ പ്രൂഫിങ്ങിൻ്റെ വർക്കുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മൊഗ്രാൽ പുത്തൂർ പാലത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
മൊഗ്രാൽ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് അതിവേഗത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ ഇപ്പോൾ മഴ കഴിഞ്ഞ് ഇപ്പോൾ വെളിച്ചം വന്നതിന് ശേഷം നല്ല വേഗത്തിലാണ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു ഏകദേശം 1 മാസം കൊണ്ട് തന്നെ ഈ എല്ലാ അണ്ടർപാസിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ ഓടും എന്ന് തന്നെയാണ് എൻ്റെ കരുതൽ. കാരണം ആ ഒരു സ്പീഡിലാണ് വർക്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം മൊഗ്രാൽ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ മൊഗ്രാൽ കഴിഞ്ഞ് കുറച്ച് ഭാഗങ്ങൾ ഇപ്പോൾ ഇടതുവശത്തെ ചില ഭാഗങ്ങളിലൊക്കെ ഇൻ്റർലോക്കൊക്കെ പാകിയതാണ്. നടപ്പാതകളിൽ ഇൻ്റർലോക്കൊക്കെ പാകി വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ പ്രവൃത്തിയും കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ കുമ്പള ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇനി കാണേണ്ടത്. സുഹൃത്തുക്കളെ, നമ്മളെ മൊഗ്രാൽ കഴിഞ്ഞ് പറവാട് ഭാഗത്ത് ഈ ഹോളിൻ്റെ ഓഡിറ്റോറിയത്തിൻ്റെ ഓപ്പോസിറ്റ് ഒരു നടപ്പാത വരുന്നുണ്ട്. ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. അതിൻ്റെ ഫൗണ്ടേഷൻ പ്രവൃത്തികൾ ഈ ഭാഗത്ത് നടക്കുന്നുണ്ട്. അതായത് ഹാളിൻ്റെ എതിർവശത്താണ് ഈ ഫുട് ഓവർ ബ്രിഡ്ജ് വരുന്നുള്ളത്. അതിൻ്റെ പ്രവൃത്തികളാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്, കാണാൻ സാധിക്കും. ഏകദേശം കാസർഗോഡ് ആദ്യത്തെ റീച്ചിൽ ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ എണ്ണം കൂടിക്കൊണ്ട് വരുന്നുണ്ട്. ഇവിടെ നേരത്തെ ഒരു അണ്ടർപാസിനായിട്ട് സ്കൂളിൽ നിന്നെല്ലാം വരുന്ന കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് റോഡ് മുറിച്ച് കടക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഒരു സ്കൂളിൻ്റെ ബോർഡ് കാണാൻ ഇംഗ്ലീഷ് സെക്കൻഡറി സ്കൂൾ, ഈ ഭാഗത്തൊരു സ്കൂളുണ്ട്. ആ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്കും ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പം നേരത്തെ ഇവിടെ ഭയങ്കര സമരമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിലിപ്പം ഇവിടെ ഒരു ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. അപ്പം ഓക്കെ, പെറുവാട് ഭാഗത്ത് നിർമ്മിക്കുന്ന ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ എരിയർ വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം 2 സൈഡിലും ഫൗണ്ടേഷൻ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട്, കാണാൻ സാധിക്കും. ഹാളിൽ ഇടതുവശത്തെ ഹാൾ കാണാം. പിന്നെ വലതുവശത്ത് അതിൻ്റെ നേരെ തന്നെ ആ ഭാഗത്തും ഫൗണ്ടേഷൻ പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. ഇനിയിപ്പം റോഡിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഡിവൈഡർ ഭാഗത്തും ഒരു ഫൗണ്ടേഷൻ പ്രവൃത്തികൾ നടക്കാൻ ബാക്കിയുണ്ട്. കുമ്പള അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളാണ് അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതും അവസാന ഘട്ടത്തിൽ എത്തിക്കൊണ്ട് വരുന്നുണ്ട്. ഒരു സൈഡ് അതായത് വലതുവശത്ത് ഏകദേശം മണ്ണിട്ട് ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇടതുവശത്തും കൂടി കുറച്ച് RE പാനൽ ഉയർത്താനുണ്ട്. ഏകദേശം 1 ലൈനോളം RE പാനൽ ഉയർത്താനുണ്ട്. ആ ഭാഗത്ത് മണ്ണ് ഫില്ല് ചെയ്യാൻ ബാക്കിയുണ്ട്. നല്ല വേഗത്തിൽ തന്നെ ഈ ഭാഗങ്ങളിലും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്.
അതേപോലെ തന്നെ കുമ്പള രണ്ടാം പാലത്തിൻ്റെ ഗർഡറുകൾ നേരത്തെ സെറ്റ് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടതാണ്. അപ്പം അതേപോലെ തന്നെ അതിൻ്റെ ഈ സ്പാനിൻ്റെ കോൺക്രീറ്റ് വർക്കുകളും ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പം 2 സ്പാനിൻ്റെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. 3ാമത്തെ സ്പാനിൻ്റെ സെൻട്രിങ് വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാണാം, സ്റ്റീൽ വൈൻഡിങ് വർക്കുകൾ ഇപ്പോൾ ഈ 3ാമത്തെ സ്പാനിൻ്റെ മുകളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് തന്നെ അതിൻ്റെ കോൺക്രീറ്റ് പ്രവർത്തികൾ അടുത്ത് തന്നെ ഉണ്ടാവും. അപ്പം രണ്ടാമത്തെ സ്പാന് കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞതായിട്ട് കാണാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ 2ാമത്തെ സ്പാനിൻ്റെ സെൻട്രിങ് വർക്ക്, അതായത് കമ്പികൾ സ്റ്റീൽ വൈൻഡിങ് പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരുന്നത് കാണിച്ചത്. അപ്പം 2ാമത്തെ സ്പാനിൻ്റെ കോൺക്രീറ്റ് വർക്കും കഴിഞ്ഞ് 3ാമത്തതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തിരിക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക. ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ടേക്ക് കെയർ, ബൈ ബൈ.